നമസ്കാരം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയ, അധിനിവേശം നടത്തിയ ഗസ്നിയെ പോലെയോ ഗോറിയെ പോലെയോ ഉള്ള ഈ കൊള്ളക്കാരെ പോലെയാണ് അവർ. ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തി, ഇന്ത്യയിൽ കൊള്ള നടത്തി, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് അങ്ങ് കൊണ്ടുപോകുന്ന ഇത്തരം കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോഴത്തെ SFI. എപ്പോ ഭ്രാന്ത് പിടിച്ചു എന്ന് കേട്ടാൽ മതി. ഹിന്ദു ആരാധനാ ബിംബങ്ങളെ കണ്ടാൽ, ഓങ്കാരം കണ്ടാൽ, കഴിഞ്ഞ ദിവസം അതാണല്ലോ സംഭവിച്ചത്. അതായത് നമ്മുടെ പാലക്കാട് വ്യാസവിദ്യാപീഠത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവിടെ ബോർഡിൽ ഇരിക്കുന്ന ഓങ്കാരം വലിച്ചു പറിച്ചെടുക്കുന്നു, റോഡിലിട്ട് ചവിട്ടിത്തേക്കുന്നു. നിങ്ങൾക്ക് ആരാണ് ഇതിനുള്ള അനുവാദം കൊടുത്തത്, അനുവാദം തന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദു ആരാധനാ ബിംബങ്ങൾക്ക് നേരെ ഈ രീതിയിലുള്ള അധിക്ഷേപം? നിങ്ങൾക്ക് നിർമ്മല കോളേജിൽ അവിടെ നിസ്കാരമുറിക്ക് വേണ്ടിയിട്ട് സമരം നടത്തുന്നതിന് പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് അയ്യപ്പന് നേരെ ഈ രീതിയിൽ, മോശമായ രീതിയിൽ അയ്യപ്പനെ ചിത്രീകരിച്ച്, ആർത്തവരക്തം ഒഴുക്കുന്ന രീതിയിൽ അയ്യപ്പനെ ചിത്രീകരിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലല്ലോ. നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കഴുത്തിൽ കയർ മുറുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്തേ ഈ രീതിയിലൊക്കെയും ഹിന്ദു ആരാധനാ സങ്കല്പങ്ങൾക്ക് നേരെ ഈ രീതിയിൽ നിങ്ങൾ അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നത്? മറ്റ് ഇതര വിശ്വാസങ്ങൾക്ക് നേരെ ഒന്നും നിങ്ങൾക്കിത് കാണിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടും, നിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടും. ഹിന്ദുക്കൾക്ക് നേരെ എന്ത് കുതിരയും കയറാം. എന്ത് തരത്തിലാണ്, എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് ഓങ്കാരത്തെ ചവിട്ടി മെതിച്ചതിനോട് പറയാനുള്ളത്? നിങ്ങളൊന്ന് ഓർക്കുക, ബംഗാളിൽ ഇതേ മാതൃകയിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അവിടെ സുഭാഷ് ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ബംഗാൾ ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം താരാപീഠം കാളിക്ഷേത്രത്തിൽ പോയി ഒരു പൂജ നടത്തിയതിൻ്റെ പേരിൽ ജ്യോതി ബസു അദ്ദേഹത്തെ അപമാനിച്ചു. കൃഷ്ണനെ പോലെയാണ് ജ്യോതി ബസു എന്ന് പറഞ്ഞതിനെ വട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി പറഞ്ഞു. അങ്ങനെ അതിൽ തുടങ്ങിയതാണ് പിന്നെ ബംഗാളിൽ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്കായിരുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോയത്. ഇവിടെ കേരളത്തിലും സമാനമായ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം അയ്യപ്പന്മാർക്ക് നേരെ, ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ നിരന്തരം നടത്തുന്ന നിങ്ങളുടെ ഈ നരനായാട്ടുകൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ മറുപടി തന്നെ ലഭിക്കും. ഓങ്കാരം നിസ്സാരമായ ഒരു മന്ത്രമല്ല. ഹിന്ദുവിനെ സംബന്ധിച്ച് ഏറ്റവും പരിപാവനമാണ്. ത്രിമൂർത്തികൾക്ക് മുന്നേ, എല്ലാ മന്ത്രങ്ങൾക്ക് മുന്നേയും ഓങ്കാരം ഉപയോഗിക്കും. ഓങ്കാരം പ്രണവമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിന് സത്യത്തിൽ BNSL, ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ നിരവധി വകുപ്പുണ്ട്. 295A വിശ്വാസത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ നിങ്ങൾക്കെതിരെ ചാർത്തിത്തരാൻ നിരവധി വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. 295ഉം 295Aയും അടക്കമുള്ള നിരവധി വകുപ്പുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. അതിനൊക്കെ അപ്പുറം ഈ ഹിന്ദു സമൂഹത്തിന്, അവരുടെ ആത്മാഭിമാനത്തിന് ഒരു വിലയുണ്ട്. അതിലേക്ക് കടന്നു കയറിയാൽ എല്ലാ കാലത്തും അവർ ക്ഷമിച്ചു എന്ന് വരില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.